السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ ബാബുൽ ഇഖ്ലാസ് വന്നിയ്യ, കഴിഞ്ഞ ദിവസത്തിൽ ആ ബാബിലെ ഹദീസുകൾ നമ്മൾ വായിച്ചു. അടുത്ത ബാബു തൗബയുടെ ബാബാണ്. തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ബാബാണ്. തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുജൂ, മടങ്ങുക എന്നാണ് അതിൻ്റെ ആശയം, അതിലെ അർത്ഥം. ദീനിയായിട്ട് തൗബ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കുഫ്റാവട്ടെ ബിദ്അത്താവട്ടെ അതുപോലെയുള്ള തെറ്റുകളിൽ നിന്നെല്ലാം അള്ളാഹുവിനുള്ള അനുസരണത്തിലേക്കും തൗഹീദിലേക്കും സുന്നത്തിലേക്കുമെല്ലാം മടങ്ങുന്നതിന്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറുന്നതിന്, മടങ്ങുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹദീസുകളും ആയത്തുകളും പരാമർശിക്കുന്നതിന് മുമ്പ് ഇമാം നവവി റഹിമഹുള്ള തൗബയുമായി ബന്ധപ്പെട്ട ചില മസായിലുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഖാലൽ ഉലമാഉ, ഇമാം നവവി റഹിമഹുള്ള പറയാണ്, പണ്ഡിതന്മാർ പറഞ്ഞു, അത്തൗബത്തു വാജിബത്തും മിൻ കുല്ലി ദംബിൻ. തൗബ എന്നുള്ളത് എല്ലാ പാപത്തിൽ നിന്നും, എന്തെല്ലാം പാപങ്ങളുണ്ടോ, പാപങ്ങൾ പ്രധാനമായും കബായിറുകളുണ്ട്, സഗായിറുകളുണ്ട്, വൻപാപങ്ങളുണ്ട്, ചെറുപാപങ്ങളുണ്ട്, അതുപോലെ എന്ത് പാപമാവട്ടെ അതിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. എന്ത് പാപമാവട്ടെ ആ പാപങ്ങളിൽ നിന്നെല്ലാം തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, വാജിബായിട്ടുള്ള കാര്യമാണ്. فإن كانت المعصية بين العبد وبين الله تعالى لا تتعلق بحق آدمي. ഇനി ഒരാളുടെ പാപം അത് അവനും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ളൊരു കാര്യമാണ്, അഥവാ മറ്റൊരു മനുഷ്യനുമായിട്ട് ബന്ധമല്ല, വേറൊരു മനുഷ്യനെ ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹക്ക് പിടിച്ചെടുത്തോ ഒന്നുമല്ല. അള്ളാഹു തആല വിരോധിച്ചൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ കൽപ്പിച്ച കാര്യം ചെയ്തില്ല, അവനും അള്ളാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും മഅസിയത്താണ് അവൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൻ അതിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ അതിന് സലാസത്തു ശുറൂത്തിൻ, അതിന് 3 ഷർത്തുകളുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്ന പാപങ്ങൾക്ക് 3 ഷർത്തുകളുണ്ട്. അഹദുഹ, അതിലൊന്നാമത്തേതായി ഇമാം നവവി റഹിമഹുള്ള കൊടുക്കുന്നത് അയ്യുഖ്ലി അനിൽ മഅസിയ. ഏത് തെറ്റാണോ ചെയ്തത് അല്ലെങ്കിൽ ഏത് പാപമാണോ ചെയ്യുന്നത് അത് അവസാനിപ്പിക്കുക എന്നുള്ളത്, അത് നിർത്തുക, അത് പിന്നെ ചെയ്യാൻ പാടില്ല. ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവന് തൗബ ചെയ്യാൻ, അവൻ്റെ തൗബ ശരിയാവില്ല. തൗബ ശരിയാവണമെങ്കിൽ ആ തെറ്റ് അവൻ അവസാനിപ്പിച്ചിരിക്കണം. വസാനി, രണ്ടാമത്തേത് യന്ദമ അലാ ഫിഅലിഹ, അവൻ്റെ ആ പാപം ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് അവന് ഖേദമുണ്ടാവണം. എനിക്ക് തെറ്റിപ്പറ്റി പോയല്ലോ എന്ന നിലക്ക്, അഥവാ അള്ളാഹു ധിക്കരിച്ചു എന്ന നിലക്കാണ് ഖേദമുണ്ടാവേണ്ടത്, വേറൊരു കാരണം കൊണ്ടല്ല, വേറെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചുകൊണ്ടല്ല. അള്ളാഹുവിനെ ഞാൻ ധിക്കരിച്ചല്ലോ എന്ന് ഖേദം ഉണ്ടാവും. ഖേദം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദുമു തൗബത്തുൻ, ഖേദമുണ്ടാവുക എന്നുള്ളത് തന്നെ തൗബയാണ്. ഒരാൾക്ക് തെറ്റ് ചെയ്തു, തെറ്റ് സംഭവിച്ചു, ഞാനങ്ങനെ അള്ളാഹുവിന് ധിക്കരിച്ച് ചെയ്തു പോയല്ലോ എന്നുള്ള ഖേദം തന്നെ തൗബയാണ് എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. വസാലിസു, മൂന്നാമത്തെ നിബന്ധന, ഒന്നാമത്തേത് എന്താണ്, പാപം അവസാനിപ്പിക്കണം. രണ്ടാമത്തേത് അതിൽ ഖേദമുണ്ടാകണം. മൂന്നാമത്തേത് അൻ യഅസിമ അൻ ലാ യഊദ ഇലൈഹ അബദ, അവനൊരു ദൃഢനിശ്ചയമുണ്ടായിരിക്കണം, ഇനി ഒരിക്കലും ഇതിലേക്ക് മടങ്ങില്ല. അവൻ ദൃഢമായിട്ടുള്ള ഒരു ഉറപ്പ് അവനെടുക്കണം, ഇനി ഞാൻ ഈ പാപത്തിലേക്ക് ഒരിക്കലും മടങ്ങില്ല എന്നുള്ളത്. ഫൈൻ ഫുഖിദ അഹദു സലാസതി ലം തസിഹ തൗബതുഹു, ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, ഈ 3-ൽ 1 പോയി കഴിഞ്ഞാൽ, 1 നഷ്ടപ്പെട്ടാൽ അവൻ്റെ തൗബ ശരിയാവുകയില്ല. ചില പണ്ഡിതന്മാർ ഈ 3 ഷർത്തുകളെ 3 കാലങ്ങളോട് ബന്ധപ്പെടുത്തി പറഞ്ഞു കാണാം, അഥവാ മാളി മുളാരി പോലെ പിന്നെ 3 കാലങ്ങളോട് ബന്ധപ്പെടുത്തി കാണാം. അതായത് പാപം അവസാനിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞു, ചെയ്തു പോയ പാപങ്ങൾ അവസാനിപ്പിച്ചു. ഖേദമുണ്ടാവുക എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ അപ്പോഴുണ്ടാകേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഭാവിയിൽ അത് ചെയ്യില്ല എന്നുള്ളത്
ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന ഇനി ചെയ്യില്ല. അപ്പോൾ എല്ലാ കാലത്തിനോടും ബന്ധപ്പെട്ടിട്ടാണ് തൗബ കിടക്കുന്നത് എന്ന്. ഇനി ചില പണ്ഡിതന്മാർ ഈ 3 നിബന്ധനകളോടൊപ്പം 2 കാര്യങ്ങൾ കൂടി കൂടുതൽ പറഞ്ഞത് കാണാം. അങ്ങനെ 5 നിബന്ധനകളുണ്ട് എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. അവർ കൂട്ടി പറഞ്ഞത് ഒന്ന് ഇഖ്ലാസാണ്, ഇഖ്ലാസോട് കൂടിയായിരിക്കണം, അഥവാ അവൻ ഈ കാര്യം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളത്. മറ്റൊരു നിബന്ധന പറഞ്ഞത് വഖ്തു തൗബ, തൗബയുടെ സമയത്തിലായിരിക്കണം അവൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 5ാമത്തെ ഒരു നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത് തൗബയുടെ സമയം. ആ തൗബയുടെ സമയം എന്നുള്ളത് 2 രീതിയിലുണ്ട്. ഒന്ന് ഫർദിയായി അല്ലെങ്കിൽ ഖാസായി ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടതുമുണ്ട്. 2 ആമായ തൗബയുടെ സമയവുമുണ്ട്. വ്യക്തികളുമായി ബന്ധപ്പെട്ട തൗബയുടെ സമയം എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണ തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം വരെ അവന് തൗബ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ്റെ മരണം ഉറപ്പായി, ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്നറിയുന്ന സമയത്ത് ഒരാൾ തൗബ ചെയ്താൽ എന്താവില്ല, അവൻ്റെ തൗബ ശരിയാവില്ല. അവന് വ്യക്തിപരമായിട്ടൊരു സമയമുണ്ട്, വ്യക്തിപരമായ സമയമുണ്ട്, ആ സമയം വരെ. പൊതുവായിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന അലാമത്ത് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ, അതിൽ ഏറ്റവും വലിയൊരു അടയാളമായിട്ടുള്ള സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ മാത്രമേ പൊതുവായിട്ടുള്ള തൗബയുടെ സമയമുള്ളൂ. അതിനുശേഷം ഒരാളുടെയും തൗബ സ്വീകരിക്കുകയില്ല. അതിനുള്ള തെളിവുകളുണ്ട്, അത് ഈ ഹദീസുകളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാം. അപ്പോൾ അങ്ങനെ ഈ 2 കൂടി കൂട്ടി 5 ഷർത്തുകളുണ്ട് എന്ന് മറ്റു ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. വൈൻകാനത്തിൽ മഅസിയതു തതഅല്ലഖു ബിആദമിയ്യിൻ, എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇനി അവൻ ചെയ്ത പാപം, തൗബ ചെയ്യുന്ന അവൻ പാപം ഏതെങ്കിലും മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ, അള്ളാഹും അവൻ്റെ ഇടയിൽ മാത്രമല്ല എന്തെങ്കിലും മനുഷ്യൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് എങ്കിൽ ഫശുറൂതുഹ അർബഅത്തുൻ, അതിൻ്റെ നിബന്ധനകൾ 4 4ാമത്തെ ഒരു നിബന്ധന കൂടിയുണ്ട് ഈ 3 4ാമത്തേത്. ഹാദിഹി സലാസ, ഈ 3 വഅൻ യബ്റഅ മിൻ ഹഖ് സാഹിബിഹാ. 4ാമത്തെ നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണോ അവൻ ആ തെറ്റ് ചെയ്തിട്ടുള്ളത് അവൻ്റെ അവകാശം എന്താണോ അത് വീട്ടിൽ കൊടുത്തിരിക്കണം, അതിന് അവൻ ഒഴിവായിരിക്കണം. ഒരാൾ ഫൈൻ കാനത്ത് മാലൻ ഔ നഹ്വഹു, ഉദാഹരണത്തിന് വേറെ ആളുടെ സമ്പത്ത് ഇവനെടുത്തു, വേറെ ആളുടെ സമ്പത്ത് ഇവൻ കട്ടെടുത്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലെടുത്തു. അപ്പോൾ അവൻ ആ തെറ്റിന്ന് തൗബ ചെയ്യണം. ആ തെറ്റിന്ന് തൗബ ചെയ്യണമെങ്കിൽ ഈ 3 ആദ്യം പറഞ്ഞ 3 അവൻ ചെയ്യുകയാണ്. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബാധ്യത അവിടെ തീരെയാണ്. പക്ഷേ ഇവൻ ആരിൽ നിന്നാണോ അത് കട്ടെടുത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ഒരു ഹക്ക് എടുത്തത്, അതെന്താണ്, അവന് വീട്ടിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അവനത് വീട്ടിൽ കൊടുത്താൽ മാത്രമേ അവനുമായിട്ടുള്ള കരാർ എന്താവുകയുള്ളൂ, അവനുമായിട്ടുള്ള ഹക്ക് വീട്ടിൽ കൊടുക്കുകയുള്ളൂ. അതുകൂടി ആ മനുഷ്യരുമായിട്ടുള്ള പാവങ്ങളിൽ നിബന്ധനയുണ്ട്. റദ്ദഹു ഇലൈഹി, അത് അവന് മടക്കി കൊടുക്കണം, എന്നാലേ അവനുമായിട്ടുള്ള കാര്യം തീരുകയുള്ളൂ. ഇവിടെ ചിലർക്ക് അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇതുപോലുള്ള തെറ്റുകൾ, മറ്റുള്ളവരുടെ ഹക്കുകൾ എടുത്തിട്ടുണ്ട്, അത് എടുത്തത് എത്രയെന്ന് അറിയുന്നതുണ്ട്, അറിയാത്തതുണ്ട്, ഇനി തിരിച്ചു പോയിട്ട് അത് അവരോട് പറയാൻ പറ്റാത്തതുണ്ട്, തിരിച്ചു കൊടുത്താൽ അത് വേറെ പ്രശ്നങ്ങളാകും, അങ്ങനെയുള്ള നിലക്കുണ്ട്, അങ്ങനെയൊക്കെ പല രീതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ ഉലമാക്കൾ പറയാറുള്ളത്, ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഹക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി അവർ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ അനന്തരാവകാശികളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അറിയില്ല ആരൊക്കെയാണ് എടുത്തതെന്ന് അറിയില്ല, എത്രയൊക്കെയാണ് എടുത്തതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് എന്നെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഉലമാക്കൾ പറഞ്ഞു, അയാൾക്ക് വേണ്ടി, അഥവാ ആരുടെയാണോ ഹക്ക് വീട്ടാനുള്ളത് അയാൾക്ക് പ്രതിഫലം കിട്ടുക എന്നുള്ള നിലക്ക് സ്വതക്ക നൽകുക എന്നുള്ളതാണ്. അയാളുടെ ഹക്കാണല്ലോ, അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന നിലക്ക് സ്വതക്ക നൽകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയിട്ട് എത്തിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. വൈൻ കാനത്ത് ഹദ്ദ ഖദ്ഫിൻ വനഹ്വഹു, ഇനി ഹദ്ദ് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കള്ളാരോപണം പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു, അല്ലെങ്കിൽ അങ്ങോട്ട് ഉപദ്രവിച്ചു, അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഹദ്ദ് ഖിസാസ് നടപ്പിലാക്കുന്ന രീതിയിലാണ്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, ഇസ്ലാമിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഹദ്ദ് നടപ്പിലാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മക്കനഹു മിൻഹു ഔ തലബ അഫ്വഹു, ഒന്നെങ്കിൽ ആ ഹദ്ദ് അവൻ ഏറ്റുവാങ്ങണം, എന്താണോ ഇസ്ലാമിക നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷ അതവൻ ഏറ്റുവാങ്ങുക, അതല്ലെങ്കിൽ അവരിൽ നിന്ന് എന്ത് വാങ്ങുക, വിട്ടുവീഴ്ച ചോദിച്ച്, അവരിൽ നിന്ന് ക്ഷമ ചോദിച്ച്, അവരൊന്ന് അഫ്വ് ചോദിച്ച് അത് തേടി വാങ്ങുക എന്നുള്ളത്. വൈൻ കാനത്ത് ഗൈബത്തൻ, ഇനി മറ്റുള്ള ആളുകളുമായിട്ട് ഹക്ക് വീട്ടുന്നിടത്ത് വരുന്നൊരു കാര്യമാണ് മറ്റൊരാളെ പറ്റി ഗൈബത്ത് പറഞ്ഞു എന്നുള്ളത്, പരദൂഷണം ആ നിലക്ക് പറഞ്ഞു എന്നുള്ളത്.
അവൻ എന്താ ചെയ്യേണ്ടത്? ഇസ്തഹല്ലഹു മിൻഹ, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവൻ ഒഴിവാക്കണം. ഒന്നെങ്കിൽ അയാളോട് പോയി പറയണം, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അയാൾ അറിഞ്ഞൊരു കാര്യമാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഗീബത്ത് പറഞ്ഞു വിചാരിക്കുക, ഒരാളൊരു ഗീബത്ത് പറഞ്ഞു വിചാരിക്കുക വേറെ ഒരാളെ പറ്റിയിട്ട്, അപ്പോൾ അയാൾ അറിഞ്ഞിട്ടുണ്ട് ഇന്ന ആൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തി തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അയാളോട് പോയി പറഞ്ഞ് ക്ഷമ ചോദിച്ച് അതെന്താവണം, അതിൽ നിന്ന് ഒഴിവാകണം. ഇനി അയാൾ അറിഞ്ഞിട്ടില്ല, പറഞ്ഞു പോയത് അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഉലമാക്കൾ പറഞ്ഞു പ്രത്യേകം പോയിട്ട് അറിയിക്കേണ്ട ആവശ്യമില്ല. ഇവൻ ചെയ്യേണ്ടത് ഒന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ഈ കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം എവിടെയാണോ അവനെപ്പറ്റി ഗീബത്ത് പറഞ്ഞത് അവിടെ വെച്ച് അവനെപ്പറ്റി നല്ലത് പറയുക. അഥവാ ഏതാളുകളോടാണോ ഗീബത്ത് പറഞ്ഞിട്ടുള്ളത് ആ ആളുകളോട് അവനെപ്പറ്റി നല്ലത് പറയുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്ന് ഉലമാക്കൾ സൂചിപ്പിച്ചേ കാണാം. ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഹദീസിൻ്റെ സനദിൽ ചില ചർച്ചകളുണ്ടെങ്കിലും അതിൻ്റെ ആശയത്തെ ഈ ഒരു അമലിൽ എടുക്കാറുണ്ട്. കഫാറത്തു മൻ ഇഗ്തബ്തഹു അൻ തസ്തഗ്ഫിറ ലഹു, നീ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഫാറത്ത് അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തലാണ്. അഥവാ അതിൽപ്പെട്ടതാണ് അവനെക്കുറിച്ച് നല്ലത് പറയലോ ആ കാര്യങ്ങൾ ചെയ്യാം. നേരിട്ട് പോയി പറഞ്ഞ് അവനിൽ നിന്ന് അത് ഒഴിവായി കിട്ടുവാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അതല്ലാത്ത സാഹചര്യങ്ങളിലുള്ളതാണ്. അപ്പം എങ്ങനെയാണെങ്കിലും എന്താണോ ആ മറ്റൊരാളുടെ ഹക്ക് അത് ഒഴിവാക്കി കൊടുക്കുന്ന, അതിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥയിൽ ചെയ്യേണ്ടത് ചെയ്യണം. വയജിബു അൻ യതൂബ മിൻ ജമീഇ ദുനൂബ്, എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു നിർബന്ധമാണ് എല്ലാ പാപത്തിൽ നിന്നും തൗബ ചെയ്യുക എന്നുള്ളത്. അഥവാ കുറേ പാപം ഒരാൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ച് പാപത്തിൽ നിന്ന് തൗബ ചെയ്യുക, കുറച്ചെണ്ണം ഒഴിവാകുന്നില്ല, അങ്ങനെയല്ല, എല്ലാ പാപത്തിൽ നിന്നും തൗബ ചെയ്യുന്നുണ്ട്. ഫൈൻ താബ മിൻ ബഅദിഹാ സഹഹത് തൗബതുഹു ഇൻദ അഹ്ലിൽ ഹഖ് മിൻ ദാലിക الذنب വബഖിയ അലൈഹി الബാഖി. ഇനി ഒരാൾ അവൻ ചെയ്യുന്ന പാപങ്ങൾ, ഒരാൾ പലിശ വാങ്ങുന്നുണ്ട്, പലിശ തിന്നുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, വേറെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവൻ പലിശയിൽ നിന്ന് മാത്രം തൗബ ചെയ്തു. അപ്പോൾ ചില തെറ്റുകളിൽ നിന്ന് ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ്റെ തൗബ ശരിയാണ്, പലിശയിൽ നിന്നുള്ള തൗബ അവനുണ്ടായിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ളതിൻ്റെ കുറ്റം അവനുണ്ടാകുമെന്നുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഒരാൾക്ക് ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിലേതെങ്കിലും കുറച്ച് മാത്രം തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ്റെ തൗബ ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അവൻ ഏതൊരു തെറ്റിലാണോ തൗബ ചെയ്തത് ആ തൗബ അവന് സഹീഹായിരിക്കും, അവന് ശരിയാണ് എന്നുള്ളതാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ശരിയാവുകയില്ല. ഒരാൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അവൻ കുറച്ച് പാപങ്ങൾ ചെയ്യുകയും കുറച്ച് പാപങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ള നിലക്ക് എങ്ങനെയാണ് ഒരാളുടെ തൗബ ശരിയാവുക? അവൻ്റെ തൗബ ശരിയാവുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നാമത് പറഞ്ഞതാണ് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ തൗബ ചെയ്താൽ ഒരിക്കലും അവൻ അത്തായിബ്, തൗബ ചെയ്ത് മടങ്ങിയവനാണ് എന്നുള്ള പേരോ അല്ലെങ്കിൽ പരിപൂർണ തൗബയുടെ യോഗ്യതയോ നേടുന്നില്ല. പരിപൂർണമായിട്ടുള്ള തൗബ നേടിയവനാകണമെങ്കിൽ പൂർണ്ണമായും അവൻ ചെയ്യുന്ന അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി തൗബ ചെയ്ത് മടങ്ങിയാൽ മാത്രമേ അവൻ തായിബ് എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിയവൻ എന്നുള്ള പേരിൽ ആളുകൾക്ക് മുമ്പിൽ അറിയപ്പെടുന്ന ഒരാളായി തീരുകയുള്ളൂ എന്നുള്ളത്. വഖദ് തവാഹറത് ദലായിലുൽ കിതാബി വസ്സുന്ന വഇജ്മാഉൽ ഉമ്മത്തി അലാ വുജൂബിത് തൗബ, ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ സുന്നത്തിൽ ഹദീസിൽ നിന്നും ഉമ്മത്തിൻ്റെ ഇജ്മാഅ് കൊണ്ടും ധാരാളം ദലീലുകൾ വ്യക്തമായി തന്നെയുണ്ട് തൗബ നിർബന്ധമാണ് എന്നുള്ളതിന്. ഇതാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് തൗബയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട മശായിലുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മളെല്ലാവരും ആവശ്യക്കാരായിട്ടുള്ളൊരു കാര്യമാണ് തൗബ എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ വായുവിനേക്കാൾ നാം ആവശ്യക്കാരായിട്ടുള്ളൊരു കാര്യമായിരിക്കും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. കാരണം അത്രയധികം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളെക്കാൾ നമ്മിൽ അറിയാതെ സംഭവിക്കുന്ന പാപങ്ങളായിരിക്കും കൂടുതൽ. ചിലപ്പോൾ ചില കാര്യങ്ങൾ തെറ്റാതെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തെറ്റാണ് എന്ന് അറിയാനുള്ള അറിവ് തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാം. ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ പാപമാണ് എന്ന് അറിയുന്ന കാര്യങ്ങൾ അതിൽ മറന്നതായിരിക്കും ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതലുള്ളത്. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ മറന്നുപോയതായിരിക്കും നമുക്ക് ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതലുണ്ടാവുക. അപ്പോൾ തൗബ എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി ചില ആയത്തുകളാണ് ഇതിൽ കൊടുക്കുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു തആല പറയുന്നു വതൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ
ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണത്. അല്ലാഹു തആല നമ്മൾ വിജയിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ എല്ലാവരും തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. ഈ ഒരു ആയത്ത് സൂറത്ത് നൂറിൽ 31-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്താണ് പറയുന്നത്. അതിനു മുമ്പുള്ള ഭാഗത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഹിജാബുകളും സ്ത്രീകളുടെ അതുപോലെയുള്ള മസായിലുകളെല്ലാം പറയുന്നത്, ദൃഷ്ടി താഴ്ത്തുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഉലമാക്കൾ ഈ ഒരു അവസാനം തൗബയെ പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഹിജാബും സ്ത്രീകളുടെ ദൃഷ്ടി താഴ്ത്തണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം തൂബു ഇലല്ലാഹി ജമീഅൻ എന്ന് പറയാനുള്ള കാരണം എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഏറ്റവും വലിയൊരു ഫിത്നയാണ് സ്ത്രീ എന്നുള്ളത്. മാ തറക്തു ബഅദി ഫിത്നതൻ അദർ അല റിജാലി മിനൻ നിസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ പുരുഷന്മാരുടെ മേലെ സ്ത്രീകളെക്കാൾ വലിയൊരു ഫിത്നയെ വിട്ടുപോകുന്നില്ല എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ ഗൗരവമുള്ള ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക് ഈ വിഷയത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീനിൻ അദ്ഹബ ലിലുബ്ബിർ റജുലിൽ ഹാസിം മിൻ ഇഹ്ദാകുൻ. ഈ ദീന് കൊണ്ടും അതുപോലെ തന്നെ ബുദ്ധി കൊണ്ടും കുറവുള്ള ഈ സ്ത്രീ ഏറ്റവും ബുദ്ധിയുള്ള ഒരു പുരുഷൻ്റെ അവൻ്റെ ബുദ്ധി വരെ തിരിച്ചു കളയും. ഏറ്റവും ഹാജിമായിട്ടുള്ള പിന്നെ വളരെയധികം പക്വതയും അറിവുമുള്ള അവൻ്റെ ബുദ്ധി വരെ തിരിച്ചു കളയുന്നവരാണ് സ്ത്രീകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും അവരുടെ കെണിയിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. പുരുഷന്മാർക്ക് അല്ലാഹു തആല വെച്ചിട്ടുള്ള പരീക്ഷണമാണ്. അതുകൊണ്ടാണ് അതിനുശേഷം വതൂബു ഇലല്ലാഹി ജമീഅൻ എന്ന് പ്രത്യേകം തൗബയെ പറ്റി പറഞ്ഞത് എന്ന് ഉലമാക്കൾ സൂചിപ്പിച്ചത് കാണാം. മറ്റൊരായത്ത് സൂറത്ത് നൂഹിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതായിട്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിനോട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടൂ, അല്ലാഹു തആല ഗഫാറാണ്, അഥവാ അങ്ങേയറ്റം അല്ലെങ്കിൽ ഏറ്റവും അധികം പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നുള്ളത്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നസൂഹായ ഏറ്റവും നിഷ്കളങ്കമായ പരിപൂർണമായ തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് തൗബത്തുൻ നസൂഹ എന്ന് പറയുന്നിടത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, അത്തൗബത്തുൻ നസൂഹു അൻ യതൂബ മിന الذنب ثم لا يعود إليه كما لا يعود اللبن في الضرع. പാല് അകിടിൽ നിന്ന് കറന്നെടുത്താൽ തിരിച്ചു കയറാത്തതുപോലെ ഏതൊരു തെറ്റിൽ നിന്നാണോ ഏതൊരു പാപത്തിൽ നിന്നാണോ തൗബ ചെയ്ത് മടങ്ങിയത് അതിലേക്ക് മടങ്ങാതിരിക്കുക എന്നുള്ളതാണ് തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാല് അകിടിൽ നിന്ന് കറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അകിടിലേക്ക് കയറ്റാൻ പറ്റൂല. അതുപോലെ ഒരു പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തൗബത്തുൻ നസൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു ഷൈബ എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇനി ഈ ഒരു ബാബിലെ ഹദീസുകളാണ് ഈ കിതാബിലെ 13-ാമത്തെ ഹദീസ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, യഖൂൽ വല്ലാഹു ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറത്തൻ റവാഹുൽ ബുഖാരി. അല്ലാഹുവാണ്, ഞാനൊരു ദിവസം 70 തവണയോളം അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുകയും പാപമോചനം തേടുകയും തൗബ ചെയ്യുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപം ചെയ്തിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപം സംഭവിച്ചോണ്ടല്ലോ, മഅസൂമാണ്. പക്ഷേ ആ തൗബയുടെ പ്രാധാന്യവും അതിലേക്കുള്ള ആവശ്യകതയും മനസ്സിലായതുകൊണ്ട് അവിടുന്ന് 70 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. ഇബ്നു ബത്താൽ റഹിമഹുല്ല പറഞ്ഞൊരു വാക്ക് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി കൊടുക്കുന്നുണ്ട്, അൽ അംബിയാഉ അശദ്ദുന്നാസി ജിത്തിഹാദൻ ഫിൽ ഇബാദ. നബിമാർ എന്നുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഏറ്റവും കഠിനമായി പരിശ്രമിച്ചിരുന്നവരാണ്. ലിമാ അതാഹുമുല്ലാഹു തആല മിനൽ മഅരിഫ. എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം പരിശ്രമിച്ചത്? അല്ല, കാരണം എന്താണ്? അവർക്ക് മഅരിഫത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല അറിവും ദീനിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് അള്ളാഹു തആല നൽകിയിരുന്നു. ഫഹും ദാഇബൂന ഫീ ശുക്രിഹി മുഅ്തരിഫൂന ലഹു ബിത്തഖ്സീർ. അവർ എപ്പോഴും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരും അവരുടെ കുറവുകൾ അംഗീകരിക്കുന്ന ആളുകളുമായിരുന്നു നബിമാർ എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തിരുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ എത്രത്തോളം അപ്പോൾ ആവശ്യക്കാരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ആവശ്യക്കാരായിരിക്കും അതിലേക്ക്?
ആ തൗബ ചെയ്യുക എന്നുള്ളതിലേക്ക്, ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതിലേക്ക്. ഇതേ ആശയത്തിൽ തന്നെയുള്ള മറ്റൊരു റിവായത്താണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. വഅനിൽ അഗർ ബിൻ യസാർ അൽ മുസനി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാർ തേടുക. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഓരോ ദിവസവും 100 തവണ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. 70, 100 എന്നുള്ള എണ്ണമെല്ലാം കാണാം. പക്ഷേ അത്രയും നമ്മൾ എന്താണ് അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അങ്ങനെ ശീലിക്കേണ്ട കാര്യമാണ്. അടുത്ത ഹദീസ്, വഅൻ അബി ഹംസത അനസ് ഇബ്നു മാലിക് അൽ അൻസാരി ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബു ഹംസ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി 10 വർഷത്തോളം ഉണ്ടായിരുന്ന, ഹിജറ ചെയ്ത് വന്ന് മദീനയിലെത്തിയപ്പോൾ ഉമ്മയായ അനസ് ഇബ്നു മാലിക്കിൻ്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അനസ് ഇബ്നു മാലിക്കിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് പോയി. 10 വയസ്സാണ് അന്ന് അനസ് ഇബ്നു മാലിക്കിൻ്റെ പ്രായം. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ, നിങ്ങളുടെ ഖാദിമായിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സഹായിയായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്താക്കിയതാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. കാരണം റസൂലുള്ളാഹിൻ്റെ സുഹബത്ത് ലഭിച്ച് റസൂലുള്ളാഹിൻ്റെ അറിവും കാര്യങ്ങളും എല്ലാം നേടണമെന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഖാദിമായിരുന്ന വ്യക്തിയാണ് അനസ് ഇബ്നു മാലിക്. അവസാന കാലത്ത് മരിച്ച സഹാബികൾപ്പെട്ടാണ്, ഒരുപാട് കാലം ജീവിച്ചിട്ടുമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും, നിങ്ങളിൽ ഒരാൾ തൗബ ചെയ്താൽ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മളിത് വളരെ തൗബയുടെ സിറാണ് എന്ന് പറഞ്ഞുകൊണ്ട്, തൗബയുടെ റൂഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം മദാരിജ് സാലിക്കീനിലെല്ലാം വിശാലമായി ചർച്ച ചെയ്തിട്ടുള്ളൊരു ഹദീസാണ്. അത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വേറെ റിവായത്തിനോട് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരാൾ തൗബ ചെയ്താൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നവൻ അള്ളാഹുവാണ്. ഇനി അതിനൊരു ഉദാഹരണം പറയാണ്. മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ് അദല്ലഹു ഫി അർളിൻ ഫലാത്തിൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു ഫലാത്തായിട്ടുള്ള അഥവാ വിജനമായൊരു പ്രദേശത്ത് വെച്ച് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരൊട്ടകം പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള സന്തോഷം. ഇത് മുത്തഫഖൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അതിൻ്റെ വഫി റിവായത്തിൽ മുസ്ലിമിൻ്റെ റിവായത്തിൽ ഒന്നുകൂടി വിശദമായി അത് പറയുന്നുണ്ട്. ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി മിൻ അഹദികും. അള്ളാഹുവാണ് നിങ്ങളുടെ അവൻ്റെ അടിമയിൽ ആരെങ്കിലും ഒരാൾ തൗബ ചെയ്താൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്നവൻ. എന്നിട്ട് പറയാണ്, തൗബ ചെയ്ത് മടങ്ങുമ്പോൾ എന്നിട്ട് പറയാണ്, മിനഹദിക്കും കാന അലാ റാഹിലതിഹി ബിഅർളിൻ ഫലാത്തിൻ. നിങ്ങൾ ഒരു ഉദാഹരണം പറയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിൽ ഒരാൾ നിങ്ങളെ യാത്രാമൃഗത്തിൽ പുറത്ത് വിജനമായൊരു പ്രദേശത്തിലൂടെ പോവാണ്. ഫൻഫലതത് മിൻഹു വഅലൈഹാ തുആമുഹു വശറാബുഹു ഫഐസ മിൻഹാ. അങ്ങനെ പെട്ടെന്ന് ആ ഒട്ടകം നിങ്ങളിൽ നിന്ന് വിട്ടുപോയി. ആ വാഹനമൃഗം എന്തോ ആവട്ടെ, ഒട്ടകം മനസ്സിലാക്കുക, അതിലാണ് നിങ്ങളുടെ ഭക്ഷണം, അവൻ്റെ പാനീയം, അവന് കുടിക്കാനുള്ള വെള്ളം, അവൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മേലെയാണ്. അതാണ് കാണാതായത്. അവൻ ഒറ്റക്കായി. ഫൈസ മിൻഹ. ഇനി അത് തിരിച്ച് കിട്ടൂല, അത് തിരിച്ച് വരൂല എന്നുള്ള അവസ്ഥയിൽ അവൻ നിരാശപ്പെട്ടു. ഇനി അത് എനിക്ക് കിട്ടൂല. ഫഅതാ ശജറതൻ ഫളതജഅ ഫീ ളില്ലിഹ. അങ്ങനെ അവൻ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി അതിൻ്റെ താഴെ വിശ്രമിക്കുകയാണ്. അവന് അത് കിട്ടില്ല, എല്ലാ പ്രതീക്ഷയേറ്റു, ഇനി മരണമല്ലാതെ ഒരു വഴിയില്ല എന്നുള്ള അവസ്ഥയിൽ. വഖദ് ഐസ മിൻ റാഹിലതിഹി. അവനിനി ഒരു പ്രതീക്ഷയില്ല, എല്ലാ പ്രതീക്ഷയേറ്റു. ആ വാഹനാമൃഗം ഇനി എനിക്ക് കിട്ടാനേ പോകുന്നില്ല എന്നുള്ള അവസ്ഥയിലായി. ഇത് ശരിക്കും തസവ്വുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ പോയി. ഫബൈനമാ ഹുവ കദാലിക് ഇദാ ഹുവ ബിഹാ. അങ്ങനെ ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ചില ഹദീസുകളിൽ അവനൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ പെട്ടെന്നതാ അവൻ്റെ മുമ്പിൽ അവൻ്റെ ഒട്ടകം കാണുന്നു. പെട്ടെന്ന് അവൻ്റെ ഒട്ടകത്തെ അവൻ്റെ മുമ്പിൽ കാണുന്നു. അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ പാനീയങ്ങൾ എല്ലാം ഉള്ള ഒട്ടകം അവൻ്റെ മുമ്പിൽ കാണുകയാണ്. ഖായിമത്തൻ ഇൻദഹു, അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. ഫഅഖദ ബിഖിതാമിഹാ സുമ്മ ഖാല മിൻ ശിദ്ദത്തിൽ ഫർഹ്. അങ്ങനെ അവൻ ആ സന്തോഷത്തിൽ ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അവൻ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. അല്ലാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ് എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് പറഞ്ഞു മാറിപ്പോയത്, തെറ്റിപ്പോയതാ. അഖ്ത മിൻ ശിദ്ദത്തിൽ ഫർഹ്. സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അവൻ പറഞ്ഞത് അവൻ തെറ്റിപ്പോയി എന്ന് പറയാം. അപ്പോൾ ഈ ഹദീസിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? തൗബ ചെയ്ത് മടങ്ങലാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, നമ്മുടെ മാതാപിതാക്കളെ ഉപദ്രവിച്ചു, അങ്ങനെ തെറ്റ് ചെയ്തു, അങ്ങനത്തെ ആളുകളുണ്ട്. അങ്ങനത്തെ ചിലപ്പോൾ കള്ളും കുടിച്ച് ഉപദ്രവങ്ങൾ ചെയ്ത് നാട്ടുകാരും വീട്ടുകാരും മുമ്പിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരാൾ തൗബ ചെയ്ത് മടങ്ങി, അല്ലെങ്കിൽ അയാൾ നന്നായി കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തുണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാവും. ആളുകൾക്ക് അവൻ്റെ ഉപ്പാക്കാവട്ടെ ഉമ്മാക്കാവട്ടെ ഒക്കെ സന്തോഷം ഉണ്ടാവും. എന്നാൽ അതിനേക്കാളെല്ലാം ഏതൊരാളെക്കാളും അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ സന്തോഷിക്കുന്ന ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹുവിന് അവനെ കൊണ്ട്, ആ അടിമയെ കൊണ്ട് ഒരു നേട്ടമില്ല. അവൻ നന്നായാലും അള്ളാഹുവിനൊരു ഗുണമില്ല, അവൻ നശിച്ചു പോയാൽ അള്ളാഹുവിനൊരു നഷ്ടമില്ല. പക്ഷെ എന്നിട്ടും അവൻ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സന്തോഷിക്കുന്ന അവസ്ഥ. ഇത് മാത്രം മതി ഒരാൾക്ക് തൗബ ചെയ്യാമെന്നാണ്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരാൾക്ക് തൗബ ചെയ്യാനും ആ തൗബയിൽ ഉറച്ചു നിൽക്കാനും. കുറേ ആളുകളുണ്ട്, അവർ വിചാരിച്ചു പോകുന്ന ഒരു കാര്യം, ഞാൻ ഇനി തൗബ ചെയ്ത് നന്നായിട്ട് അള്ളാഹുവിന് എന്നെ ഇഷ്ടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആളുകളൊക്കെ എന്നെ പറ്റി ഇങ്ങനെ പറയും, ഞാൻ എത്ര നന്നായി അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ധാരണയുള്ള ആളുകളുണ്ട്, ഞാൻ ഈ തെറ്റ് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത്. വല്ലാഹി സുമ്മ വല്ലാഹി, അള്ളാഹുവിനെയാണ് നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത്. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് തൗബ എന്നുള്ളത്. അത് വേറൊരു ഇബ്നു ഖയ്യിം മദാരിജ് സാലിക്കിൻ്റെ ചർച്ച ചെയ്തിട്ട് പറയുന്നുണ്ട്, വേറെ ഒരാൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ കൂടുതലാണ് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരാൾ പാപം ചെയ്ത ഒരാൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം. അതായത് വേറൊരാൾ അള്ളാഹിനനുസരിച്ച് നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് കേൾക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് അള്ളാഹുവിന് സന്തോഷമുള്ള കാര്യമാണ്, ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഫർഹുള്ള കാര്യമാണ് ഒരാൾ തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. അത് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടെല്ലാം അത് സമർത്ഥിക്കുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചർച്ചയായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ദർസ് എടുത്തിട്ടുണ്ട്, ഇത് മുമ്പ് കേൾക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞത് അത് ഈ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പിന്നെ ധാരാളം കാര്യങ്ങൾ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന്, പിന്നെ അള്ളാഹുവിൻ്റെ സിഫത്താണ് ഫർഹ എന്നുള്ളത്, അള്ളാഹു സന്തോഷിക്കുന്നവനാണ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ വിശേഷണമാണത്. അത് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തൗബയുടെ പ്രാധാന്യം നമുക്ക് ഈ ഹദീസിൽ മനസ്സിലാക്കാം. അതുപോലെ ഒരാൾ പറയുന്ന വാക്ക് അയാളുടെ സബഖുൽ ലിസാൻ, അയാളുടെ നാവിൻ്റെ അബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയോ മറ്റേതോ വൈകാരികതയുടെ ആധിക്യത്തിൻ്റെ സമയത്തോ പറയുന്ന വാക്കുകൾ അത് തെറ്റാണെങ്കിൽ പോലും അതിനവൻ എന്തില്ല, കുറ്റമില്ല എന്നുള്ളത്. അഥവാ അവൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, അവൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു അത്രയധികം സന്തോഷമോ അല്ലെങ്കിൽ അത്രയധികം ഒരു അവസ്ഥയിൽ വൈകാരികമായ ആധിക്യത്തിൽ പറഞ്ഞു പോയതാണ് എന്നുള്ള കാര്യത്തിന് മേലെ കുറ്റം ഉണ്ടാവില്ല. കാരണം ഇതിൽ ഈ വ്യക്തി പറഞ്ഞ വാക്ക് എന്താണ്? അല്ലാഹു അൻത അബ്ദി വഅന റബ്ബുക്, കലിമത്തുൽ കുഫറാണ്, കുഫറിൻ്റെ വാക്കാണത്. പക്ഷേ അത് വിട്ടുപുറത്തു കൊടുക്കുന്ന കാര്യമാണ് എന്നുള്ളത് കാണാം. അതുപോലെ അങ്ങനെയുള്ള ഫായിദകൾ ഈ ഹദീസിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഹദീസും അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെ ഒരാൾക്ക് തൗബ ചെയ്ത് മടങ്ങാൻ മതിയായ കാരണമാണ്. സൽഫുകളിൽ ഒരു സംസാരം വായിച്ചത് ഓർമ്മയുണ്ട്. മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കണം, അതിനുള്ള കർമ്മം ഞാൻ എന്താ, ഏറ്റവും അള്ളാഹു സന്തോഷിക്കുന്ന കർമ്മം ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് പറയുന്നുണ്ട്, അത് നിനക്ക് ആ കർമ്മം ചെയ്യാൻ പറ്റില്ല. കാരണം പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങലാണ്, പാപം ചെയ്തവൻ തൗബ ചെയ്ത് മടങ്ങലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹദീസിൻ്റെ ആശയത്തെ സലഫുകൾ പരസ്പരം ഉപദേശിച്ചത് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله تعالى يبسط يده بالليل ليطوب مسيء النهار ويبسط يده بالنهار ليطوب مسيء الليل حتى تطلع الشمس من مغربها رواه مسلم. أبو موسى الأشعري رضي الله عنه ذكرنا حديثا إن الله تعالى نبي صلى الله عليه وسلم പറഞ്ഞു, അല്ലാഹു തആല يبسط يده بالليل, രാത്രിയിൽ അവൻ്റെ കൈ നീട്ടുന്നു, ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ പാപം ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി, വയബ്സുതു യദഹു ബിൻ നഹാർ, പകലിൽ അവൻ്റെ കൈ നീട്ടുന്നു, ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ പാപം ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി, ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ അതെന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ളത്. ഈ ഹദീസിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യദ്, അള്ളാഹുവിന് കൈയുണ്ട്, അതുപോലെ ധാരാളം ആയത്തുകളിലും ഹദീസിലും 2 കൈകളുണ്ട് എന്ന് വന്നിട്ടുണ്ട്. ആ യദ് എന്നുള്ള സിഫത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഹദീസാണിത്. ഇവിടെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളോ വിശേഷണങ്ങളോ അല്ല ചർച്ച ചെയ്യുന്നതെന്നുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ ഈ ബാബുമായി ബന്ധപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ തൗബ അള്ളാഹു തആല സ്വീകരിക്കും. രാവും പകലും അതിനുള്ള സമയമുണ്ട്. പക്ഷേ ഏതുവരെ? സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരെ. അതുവരെ തൗബയുടെ ബാബ് തുറക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ തൗബയുടെ കവാടം അടഞ്ഞിരിക്കും. പിന്നെ തൗബ ചെയ്താൽ ഒരാളുടെ തൗബയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ അതുവരെയാണ് അതിൻ്റെ സമയം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമമാണ് തവ്വാബ് എന്നുള്ളത്. അള്ളാഹു തവ്വാബാണ്, തൗബ ചെയ്ത് മടങ്ങുന്ന അടിമയും തവ്വാബാണ്. 2 അർത്ഥത്തിലാണ്. അള്ളാഹു തവ്വാബാണെന്ന് പറഞ്ഞാൽ 2 ആശയമാണ് വരുന്നത്. ഒന്ന്, അടിമക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നവൻ എന്നർത്ഥം. തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നവൻ എന്നുള്ള ഒരർത്ഥം. രണ്ടാമത്തേത്, അടിമ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുന്നവൻ എന്നുള്ള അർത്ഥം. തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നവൻ, ആ തൗബ സ്വീകരിക്കുന്നവൻ. ഈ 2 അർത്ഥം അള്ളാഹുവിന് തവ്വാബ് എന്നുള്ള നാമം പറയുമ്പോൾ ഉണ്ട്. അടിമയെ തവ്വാബ് എന്ന് പറയുന്നത് തൗബ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഉലമാക്കൾ പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ 2 തൗബയുടെ നടുവിലാണ് അടിമയുടെ തൗബ എന്ന്. അഥവാ അള്ളാഹു തആല തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നു, ആ തൗബ സ്വീകരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്? അടിമ ചെയ്യുന്ന തൗബയുള്ളത്. അപ്പം അത്രയും അള്ളാഹു തആല ഒരു അടിമയുടെ പശ്ചാത്താപത്തെ ഇഷ്ടപ്പെടുന്ന, അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്നവനാണ് അള്ളാഹു തആല. അപ്പോൾ നോക്കൂ, രാവും പകലും എല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും തൗബ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമ്മൾ തന്നെയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത് കുറവാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രദ്ധ കൊടുക്കുന്നത് കുറവാണ്. അതിനൊരു സമയം മാത്രം തീരുമാനിച്ച് വെച്ചിരിക്കുകയാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഇത് അള്ളാഹു തആല വിശാലമാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അധികം നമ്മൾ തേടേണ്ട, ചോദിക്കേണ്ട കാര്യമാണ് പാപങ്ങൾ പശ്ചാത്തപിച്ച് തൗബ സ്വീകരിക്കാനും തൗബ ചെയ്യാനുള്ള തൗഫീഖിനെയും. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من تاب قبل أن تطلع الشمس من مغربها تاب الله عليه رواه مسلم. നേരത്തെ ഹദീസിന്റെ അതേ ആശയം തന്നെയാണ്. ആരെങ്കിലും സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മടങ്ങുകയാണ് എങ്കിൽ അവൻ്റെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിബന്ധനയിൽ ഉലമാക്കൾ 5ാമതായി എണ്ണിയിട്ടുള്ള നിബന്ധനയാണ് വഖ്തു തൗബ, തൗബയുടെ സമയം എന്നുള്ളത്. അത് വ്യക്തിപരമായിട്ട് മരണമാണ്, അത് വരുന്നുണ്ട് ഹദീസ്. പൊതുവായിട്ടുള്ളത് ഈ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കലാണ്. ഒരു ആയത്തിലും അള്ളാഹു തആല ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ അൻആമിലെ 158ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക് ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ യൗമ യഅതി ബഅദു ആയാതി റബ്ബിക്, നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുന്ന ദിവസം, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരാൾക്കും അവൻ്റെ ഈമാൻ, അവൻ്റെ വിശ്വാസം, അപ്പോഴുള്ള വിശ്വാസം ഉപകരിക്കില്ല. ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് വിശ്വസിച്ചവനല്ലാതെ, ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറ, അല്ലെങ്കിൽ ഈമാനിൽ നന്മകൾ നേടിയെടുത്തവനല്ലാതെ. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഅദു ആയാത്ത്, ചില ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉലമാക്കൾ തഫ്സീർ ചെയ്തു, ത്വലഅത്തി ശംസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതാണ് അവിടെ ദൃഷ്ടാന്തമായിട്ട്, അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ പടിഞ്ഞാറെന്ന് ഉദിക്കുമ്പോൾ അവിടെ ഏത് കാഫിർ ആ സമയത്ത് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്തില്ല, അതവന് ഉപകരിക്കില്ല, അത് സ്വീകരിക്കില്ല. ഏത് തെമ്മാടിയും ഞാനിതാ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല. ആ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന സമയം വരെ മാത്രമേ അതിൻ്റെ സമയമുള്ളൂ എന്നാണ് അറിയിക്കുന്നത്. وعن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما عن النبي صلى الله عليه وسلم قال إن الله عز وجل يقبل توبة العبد ما لم يغرغر رواه الترمذي وقال حديث حسن. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ബലു തൗബത, തൗബ സ്വീകരിക്കും, തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിർ, ആ അടിമ യുഗർഗിർ, ഗർഗറത്ത് ഉണ്ടാകുന്നത് വരെ, അഥവാ ഗർഗർ എന്ന് പറയുന്നത് മരണസമയത്ത് റൂഹിനെ പിടിക്കുമ്പോൾ തൊണ്ടയിൽ നിന്നുണ്ടാകുന്ന ഒരു ശബ്ദം, അഥവാ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുക എന്നുള്ള സമയത്തിനാണ് ഗർഗർ എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ശബ്ദമുണ്ടാകുന്നവരെ അല്ലെങ്കിൽ ആ സമയം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ തൗബ സ്വീകരിക്കും. നിബന്ധനയിൽ പറഞ്ഞ ഖാസായിട്ടുള്ള ഫർദിയായിട്ടുള്ള ഓരോ വ്യക്തിക്കും തൗബ ചെയ്യാനുള്ള സമയമാണ് അവിടെ പറഞ്ഞത്. അവിടെ എത്തുമ്പോൾ മാത്രമേ, അതുവരെ മാത്രമേ തൗബ സ്വീകരിക്കുകയുള്ളൂ. അത് ഉറപ്പായി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തൗബ ചെയ്താൽ സ്വീകരിക്കൂല. അങ്ങനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഫിർഔനിന്റെ സ്വീകരിക്കുമായിരുന്നു. ഫിർഔൻ അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റൂഹ് തൊണ്ടക്കുയിൽ എത്തിയപ്പോൾ ഫിർഔൻ പറഞ്ഞു ഞാനിതാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞു, സമയമല്ല, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അത് തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോൾ ഈ രണ്ട് സമയം നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മുടെ മരണം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. ഒരു തൗബ ചെയ്ത് നാളെ തൗബ ചെയ്യാം, നാളെ അവസാനിപ്പിക്കാം. ഒരു പാപം ചെയ്ത് നാളെ അവസാനിപ്പിക്കാം, മറ്റന്നാൾ അവസാനിപ്പിക്കാം, പിന്നെ തൗബ ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ നമുക്ക് ഓരോരുത്തരിൽ ചിന്തിക്കണം, നമ്മുടെ മരണം എപ്പോൾ വേണമെങ്കിലും നമ്മിലേക്ക് വന്നെത്താവുന്നതാണ്. ഇതേ ആശയത്തിൽ ധാരാളം ആയത്തുകൾ വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ സൂറത്ത് നിസായിലെ 28-ാമത്തെ ആയത്തിൽ കാണാം, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ. തൗബ എന്നുള്ളത് മരണസമയത്ത്, മരണം കൺമുന്നിൽ കാണുന്ന സമയത്ത് ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾക്കും അതുപോലെ കാഫിറായി മരിക്കുന്ന ആളുകൾക്കും ഉള്ളതല്ല. അവർക്ക് തൗബയല്ല ഉള്ളത്, അവർക്ക് ഉലൈക അഅതദ്നാ ലഹും അദാബൻ അലീമ, അവർക്ക് വേദനയേറെ ശിക്ഷയുള്ളത്. നമ്മളത് ആലോചിച്ച് നോക്കിയും, നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം അത്. ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മരണം നടക്കുന്നത് എങ്കിൽ, മരണം സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തൗബ ചെയ്യാൻ പറ്റുക? ചില ആളുകൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ദീനൊക്കെ അറിയുന്ന, അള്ളാഹുവിൻ്റെ ഈ മഹത്തായ കാരുണ്യതൊക്കെ അറിയുന്ന ആളുകൾക്ക് ശൈത്താൻ തെറ്റിക്കുന്ന ഒരു മേഖലയാണ് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ തെറ്റ് ചെയ്യാന്നുള്ളത്. ആ തെറ്റ് ചെയ്യുമ്പോഴാണ് മരണമെങ്കിലോ, അപ്പോൾ ആ മരണം കാണുന്ന സമയത്ത് തൗബ ചെയ്യാൻ പറ്റൂല, ആ തൗബ സ്വീകരിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരായത്ത് സൂറത്ത് ഗാഫിറിലെ 84-85 ആയത്തുകളിൽ കാണാം, ഫലമ്മാ റഔ ബഅസനാ ഖാലു ആമന്നാ ബില്ലാഹി വഹദ വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ ഫലം യകു യൻഫഅഹും ഈമാനുഹും ലമ്മാ റഔ ബഅസനാ. നമ്മുടെ ശിക്ഷ വന്നെത്തുമ്പോൾ, അല്ലെങ്കിൽ ശിക്ഷ കാണുമ്പോൾ, അഥവാ മരണം കാണുന്ന സമയത്ത് ചില ആളുകൾ പറയും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ശിർക്ക് ചെയ്തൊക്കെ നിഷേധിക്കുന്നു എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല പറയാനില്ല, ഫലം യകു യൻഫഅഹും ഈമാനുഹും ലമ്മാ റഔ ബഅസനാ. ആ മരണസമയത്ത് അല്ലെങ്കിൽ ശിക്ഷ ഉറപ്പായി കാണുന്ന സമയത്ത് ഈമാൻ സ്വീകരിച്ചുകൊണ്ട് അവർക്കൊരു ഉപകാരവും അത് ചെയ്യാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത് കാണാം. അപ്പോൾ തൗബ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ നിബന്ധനകളിൽ അതിനൊരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള അവസരം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസുകൾ അടുത്ത ദിവസത്തിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.